അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ. പ്രകൃതി രമണീയമായ ചിറക്കര ഗ്രാമത്തിന് തിലകക്കുറിയായി കുടികൊള്ളുന്ന ചിറക്കര ഭഗവതി ക്ഷേത്രം മണിപ്രവാള കൃതികളിൽ പഴക്കം കൊണ്ടും കവിത്വം കൊണ്ടും മികച്ച കൃതിയായ ഉണ്ണിനീലി സന്ദേശത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചിറക്കര ഭഗവതി ക്ഷേത്രം. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ 4 പ്രതിഷ്ഠകളാണുള്ളത്. പ്രധാനമായി ഭദ്രകാളിയും ഉപദേവതകളായി ദുർഗയും ശിവനും ഗണപതിയുമാണുള്ളത്. കന്നിമൂല സങ്കല്പത്തിൽ ആണ് ഗണപതി കുടികൊള്ളുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ യോഗീശ്വരാലയമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കര ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ദേവി ആശ്രിത വത്സലയും ഭക്തവത്സലയുമാണ്. ഭക്തന്റെ എല്ലാവിധമായ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതിയായി കുടികൊള്ളുന്ന ചിറക്കര ദേവി ഈ നാടിൻ്റെ തന്നെ ഐശ്വര്യമാണ്. പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായി ചിറയുടെ കരയിൽ ദേവിയെ കുടിയിരുത്തിയ സങ്കല്പം ദേശത്തിലെ ഭക്തജന മനസ്സുകൾക്ക് നിരന്തര ആശ്വാസവും അഭയവുമാകുന്നു. ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നതും ഏറ്റവും വലിയ ശ്രീകോവിലുള്ള ചിറക്കര ദേവീ സങ്കല്പവും കണ്ണാടിയും വിളിച്ചോതുന്നതും തത്വമസി എന്ന വലിയ ആശയം തന്നെ. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഭഗവതി സേവ, രക്തപുഷ്പാഞ്ജലി, മുഴുക്കാപ്പ് എന്നിവയാണ്. അതുപോലെ യോഗീശ്വരന് പടുക്ക സമർപ്പണവും കുഞ്ഞുങ്ങളെ അടിമ കിടത്തുന്നതും വളരെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. കൊല്ലം കല്ലുവാതുക്കൽ നിന്നും തെക്കു ഭാഗത്തായിട്ട് 4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ചിറക്കര ക്ഷേത്രത്തിലെത്തും. കുംഭമാസത്തിലെ ഭരണിയും കാർത്തികയും ഇവിടുത്തെ ഉത്സവ ദിനങ്ങളായി കൊണ്ടാടുന്നു. ചിറക്കര ഭഗവതിയുടെ ദിവ്യ ദർശനം കൊണ്ട് തന്നെ എല്ലാ ഭക്തജന മനസ്സുകൾക്കും എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളക്കരയാകെ ലോകം മൊത്തവും ഇന്ന് പ്രസിദ്ധിയാർജിച്ചു കൊണ്ടിരിക്കുന്ന ചിറക്കര ക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ.